Hello everyone, welcome to the first episode of Jits Talk. So ഇവിടെ നമ്മൾ സിനിമയെ പറ്റിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ലേറ്റസ്റ്റ് ന്യൂസ്, റിലീസസ്, ഇനി അപ്കമിങ് മൂവീസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ഇതിലെ ഫസ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ വീക്കിൽ റിലീസ് ചെയ്യുന്ന പുതിയ മൂവീസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന സുമതി വളവന്റെ റിലീസാണ്. സോ അതിന്റെ ട്രെയിലർ കുറച്ച് ദിവസം മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ലുക്സ് ഇൻട്രസ്റ്റിംഗ്. ഒരു ഹൊറർ കോമഡി ജോണറിൽ വരുന്നതാണ്. ഓഗസ്റ്റ് 1 അതിന്റെ റിലീസ് വച്ചിരിക്കുന്നത്. നമ്മൾ എന്തായാലും അത് ഫസ്റ്റ് ഡേ തന്നെ കാണും. കണ്ട് നമ്മുടെ സൈഡിൽ നിന്നുള്ള അഭിപ്രായം ഈ ചാനലിൽ തന്നെ വരുന്നതായിരിക്കും. രണ്ടാമത്തെ മേജർ റിലീസ് എന്ന് പറയുന്നത് വിജയ് ദേവർകൊണ്ടയുടെ കിങ്ഡം എന്ന മൂവിയാണ്. ഒരു ആക്ഷൻ ജോണറിൽ വരുന്ന സിനിമയാണ്. അനിരുദ്ധിന്റെ മ്യൂസിക് ആണ്. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് ട്രെയിലർ കണ്ടിട്ട്. ബാക്കി നമുക്ക് സിനിമ വരുമ്പോൾ അതറിയാം എങ്ങനെ ഉണ്ടായിരിക്കും എന്ന്. വിജയ് ദേവർകൊണ്ടയുടെ കഴിഞ്ഞ കുറച്ച് മൂവീസ് നല്ല ഫ്ലോപ്പ് ആയിരുന്നു. സോ ഇതൊരു കംബാക്ക് ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ പോകും നോക്കാം. ബോളിവുഡിന്റെ ഈ ആഴ്ചത്തെ ബിഗ് റിലീസ് എന്ന് പറയുന്നത് സൺ ഓഫ് സർദാർ 2 ആണ്. സോ സൺ ഓഫ് സർദാർ 1 എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളത്തിലെ മര്യാദ രാമന്റെ റീമേക്ക് ആയിരുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോൾ തെലുങ്ക് എടുക്കുകയാണെങ്കിൽ മര്യാദ രാമണ്ണ എന്ന് പറയുന്ന സിനിമ, അതാണ് ഒറിജിനൽ. അതിൽ നിന്നാണ് ബാക്കി രണ്ട് സിനിമയെ റീമേക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. സോ അതിന്റെ സെക്കൻഡ് പാർട്ടാണ് വരുന്നത്. അജയ് ദേവ്ഗൺ തന്നെയാണ് ലീഡായിട്ട് വരുന്നത്. സോ നമുക്ക് നോക്കാം. യൂഷ്വൽ ബോളിവുഡ് കോമഡി പോലെ ആകാതിരുന്നാൽ കൊള്ളാം. കാരണം ഈ ഇടയ്ക്ക് ഇറങ്ങുന്ന എല്ലാം വെറും ദുരന്തമായിരുന്നു. ഹൗസ് പോലുള്ള സിനിമ ഞാൻ ഈ സമയം ഓർക്കുന്നു. സോ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും. ഇതൊക്കെയാണ് ഈ ആഴ്ചത്തെ മേജർ റിലീസസ്. സോ ഇതല്ലാതെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2-3 റിലീസും കൂടെ ഉണ്ട്. സൂ ഫ്രം സോ എന്ന കന്നഡ മൂവിയുടെ മലയാളം വേർഷൻ ഓഗസ്റ്റ് 1 വരുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ് വരുന്നത് നേക്കഡ് ഗണ്ണിന്റെ 4th പാർട്ട്. സോ ഐ തിങ്ക് ഒരു 20-30 വർഷത്തിന് ശേഷമാണ് നേക്കഡ് ഗൺ സീരീസിലെ പുതിയ മൂവി വരുന്നത്. സോ ദാറ്റ്സ് ഓൾസോ ഇൻട്രസ്റ്റിംഗ്. സോ ഇതൊക്കെയാണ് ഈ ആഴ്ചത്തെ റിലീസസ്. അടുത്ത സെഗ്മെന്റിലേക്ക് പോവുകയാണെങ്കിൽ ഈ ആഴ്ചത്തെ OTT റിലീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അധികമൊന്നും ഈ ആഴ്ച വരുന്നില്ല. മേജറായിട്ട് വരുന്നത് ഹൗസ്ഫുൾ 5 ആണ്. ആമസോൺ പ്രൈമിൽ വരുന്നുണ്ട്. ഓഗസ്റ്റ് 1 എന്തായാലും അറിയാം ദുരന്ത സിനിമയാണെന്ന്. ബട്ട് സ്റ്റിൽ ഞാൻ ഇതുവരെ കണ്ടില്ല. അതുകൊണ്ട് കാണാനൊരു ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് എന്തായാലും ഒരു ശ്രമം ഞാൻ നടത്തുന്നുണ്ട്. ആ സിനിമയ്ക്ക് 2 ക്ലൈമാക്സ് ഒക്കെ ഉണ്ട്. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ അത് രണ്ടും കാണുന്നതായിരിക്കും. ദെൻ ഓൾറെഡി റിലീസായ ഒരു കാര്യമാണ്. ബട്ട് WWE അൺറിയൽ എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്ററി സീരീസ് വന്നിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി കുറച്ച് ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ് WWE. സോ അതിന്റെ ബിഹൈൻഡ് ദ സീൻസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ജൂലൈ 28 റിലീസ് ആയിട്ടുണ്ട്. ലുക്സ് ഇൻട്രസ്റ്റിംഗ്. 5 എപ്പിസോഡേ ഉള്ളൂ. ഞാൻ ഓൾമോസ്റ്റ് കണ്ടു തീർത്തിട്ടുണ്ട്. ആൻഡ് അതൊരു നല്ലൊരു ഡോക്യുമെന്ററി ആണ്. സോ മൂന്നാമത്തെ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ റാൻഡം ന്യൂസ്. ഈ ഇടയ്ക്ക് ഈ ആഴ്ചയിൽ ഇറങ്ങിയ കുറച്ച് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയുള്ള ന്യൂസ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ഫസ്റ്റ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുന്നത് പെഡ്രോ പാസ്കൽ ആയിരിക്കും മാർവലിന്റെ ഇനി വരുന്ന ഫേസ് എന്നാണ്. അടുത്തൊരു 10 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു അവെഞ്ചേഴ്സ് ഡൂംസ്ഡേ വരെ പെഡ്രോ പാസ്കൽ ആയിരിക്കും ഈ മാർവലിനെ ലീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ അവെഞ്ചേഴ്സിനെ ലീഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അത് വളരെ മോശമായ ഒരു തീരുമാനമായിരിക്കും എന്നാ. കാരണം ഈ പറയുന്ന ക്യാപ്റ്റൻ അമേരിക്ക, സ്പൈഡർമാൻ, തോർ ഇങ്ങനെയൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ളപ്പോൾ ഈ വെറും ഒരു മൂവിയിൽ മാത്രം കാണിച്ച് ആളെ പിടിച്ച് ഫേസ് ആക്കുക അല്ലെങ്കിൽ ലീഡർ ആക്കുകയാണെങ്കിൽ ഒട്ടും കണക്ട് ചെയ്യത്തില്ല. സോ അതൊരു ബാഡ് ചോയ്സ് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. ബട്ട് ഇതൊരു റൂമർ മാത്രമാണ്. ഫുള്ളി ഒഫീഷ്യലായിട്ട് അങ്ങനെയൊന്നും ന്യൂസ് വന്നിട്ടില്ല. ബട്ട് ലെറ്റ്സ് സീ എങ്ങനെയായിരിക്കും. സോ ലാസ്റ്റ് വീക്ക് ദുൽഖർ സൽമാന്റെ ബർത്ത്ഡേ ആയിരുന്നു. അത് പ്രമാണിച്ച് 2 സിനിമയുടെ ടീസറാണ് വന്നിട്ടുള്ളത്. ഒന്നാമത്തേത് ആകാശം ലോ ഒക്ക താര, പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്ന് അറിയത്തില്ല, എന്നുള്ള തെലുങ്ക് സിനിമയുടെ ടീസറാണ് വന്നിട്ടുള്ളത്. പിന്നെ ഉള്ളത് കാന്ത എന്ന് പറഞ്ഞ തമിഴ് സിനിമയുടെ ടീസറാണ്. അത് കുറച്ചുകൂടെ ഒരു വലിയ ടീസറായിരുന്നു. ആൻഡ് ഓൾസോ അത് ഈ വർഷം തന്നെ റിലീസ് ചെയ്യുന്ന മൂവിയാണ്. സോ മൂന്നാമത്തെ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇതുവരെ വലിയ ഇൻട്രസ്റ്റിംഗ് ഓർ എക്സൈറ്റ്മെന്റ് തോന്നാത്ത ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്ന ഒരു സിനിമയുടെ ടീസർ വന്നിട്ടുണ്ടായിരുന്നു. കല്യാണി പ്രിയദർശൻ, നസ്ലൻ സ്റ്റാർ ചെയ്യുന്ന ഈ മൂവി ടീസർ വേറെ ലെവലായിരുന്നു. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ആ സിനിമ കാണാനുള്ള ഇൻട്രസ്റ്റ് 0 to 100 ഒരു 2 മിനിറ്റ് കൊണ്ട് അവർ ചുമ്മാ ഉണ്ടാക്കിയെടുത്തു. വേറെ കിടലാണ് ഐറ്റം. ഒരു സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസോ അല്ലെങ്കിൽ സൂപ്പർ ഹീറോ യൂണിവേഴ്സിൽ വരുന്ന ഒരു മൂവിയാണിത്. ഡെഫിനറ്റ്ലി എക്സൈറ്റഡ്. സോ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. സോ ജെയിംസ് ക്യാമറോണിന്റെ അവതാർ 3യുടെ ടീസർ വന്നിട്ടുണ്ട്. എപ്പോഴുള്ള പോലെ തന്നെ സ്ക്രീൻ നിറഞ്ഞിപ്പോണ്ട്. ലുക്സ് അമേസിങ്. December 19 റിലീസ് ഡേറ്റും കിട്ടിയിട്ടുണ്ട്. സോ ടീസർ ഒന്ന് കണ്ടു നോക്കാം. അധികം ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. ബട്ട് ലുക്സ് ഇൻട്രസ്റ്റിംഗ്. സോ ഈ വർഷത്തെ സർപ്രൈസ് ഹിറ്റായ സയ്യാര എന്ന മൂവിയുടെ കളക്ഷൻ റിപ്പോർട്ടാണ് അടുത്ത് പറയുന്നത്. കാരണം അതിപ്പോൾ വന്നിട്ട് ഓൾമോസ്റ്റ് 418 crores ക്രോസ് ചെയ്തിരിക്കുകയാണ്. സോ ബേസിക്കലി വിച്ച് മീൻസ് ഈ വർഷത്തെ സെക്കൻഡ് ഹയസ്റ്റ് ഗ്രോസിംഗ് മൂവിയാണ്. ചാവയ്ക്ക് ശേഷം വന്ന സെക്കൻഡ് ഹയസ്റ്റ് ഗ്രോസിംഗ് ആണ്. അതായത് L2 എമ്പുരാനെയും
സിതാരെ സമീൻ പർ എന്നുള്ള മൂവീസിനൊക്കെ ക്രോസ് ചെയ്തിട്ട് അതിപ്പോൾ സെക്കൻഡ് പൊസിഷനിലേക്കാണ്. അടുത്ത ന്യൂസ് എന്താണെന്ന് വെച്ചാൽ സൂപ്പർമാൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കൻ കളക്ഷൻ, ഡൊമസ്റ്റിക് കളക്ഷൻസിൽ അത് അത്യാവശ്യം നല്ല പെർഫോം ചെയ്തിട്ടുള്ള മൂവിയാണ്. ഹയസ്റ്റ് ഗ്രോസിംഗ് സൂപ്പർമാൻ മൂവിയാണ്. പക്ഷേ ഇന്റർനാഷണൽ മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതൊരു ഫ്ലോപ്പാണ്. സോ ജെയിംസ് ഗണ്ണിന്റെ അടുത്ത് ഇതിനെപ്പറ്റി ചോദിച്ചു, എന്തുകൊണ്ടായിരിക്കാം ഇന്റർനാഷണൽ മാർക്കറ്റ് ഈ ഫ്ലോപ്പ് ആയതെന്ന്. അപ്പം പുള്ളിയുടെ റെസ്പോൺസ് എന്ന് വെച്ചാൽ സൂപ്പർമാൻ ഒരു എന്താ പറയുക, വെൽ നോൺ സൂപ്പർ ഹീറോ അല്ല ഇന്റർനാഷണൽ ലെവലിൽ എന്നൊക്കെ പുള്ളി പറയുന്നത്. പിന്നെ അതൊരു ആന്റി അമേരിക്കൻ സെന്റിമെന്റ്സ് കറങ്ങി നടക്കുന്നുണ്ട്, അതൊക്കെ കൊണ്ടാണ് സൂപ്പർമാൻ ഫ്ലോപ്പ് ആയതാണ് പുള്ളി പറയുന്നത്. ഈ ആന്റി അമേരിക്കൻ സെന്റിമെന്റ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. കാരണം F1 ഒക്കെ ഇപ്പൊ ഇറങ്ങി ഇന്ത്യയിൽ തന്നെ 100 കോടി അടിച്ച സിനിമയാണ്. പിന്നെ അതേപോലെ സൂപ്പർമാനെ അറിഞ്ഞൂടാ എന്നൊക്കെ പറയുന്നത് കുറച്ച് ഓവറായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾ കമന്റിൽ പറയുക. സോ ഇതൊക്കെയാണ് എനിക്ക് ഈ ആഴ്ച ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ന്യൂസും കാര്യങ്ങളും എല്ലാം. സോ ഇതുപോലുള്ള മോർ മൂവി ന്യൂസ്, റിവ്യൂസ് ആൻഡ് സജഷൻസിന് വേണ്ടിയിട്ട് പ്ലീസ് ലൈക്ക് ആൻഡ് ഫോളോ ദിസ് ചാനൽ. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.